ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ഓരോ ജീവിത ഘട്ടത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ഓരോ കാലഘട്ടത്തിലൂടെയാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു മനുഷ്യൻ ഒരു തലമുറ പിറന്നു കഴിഞ്ഞാൽ ആ തലമുറ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. വാർദ്ധക്യത്തിന് ശേഷം അവർ മരണപ്പെട്ടു പോകുന്നു. വീണ്ടും ഒരു തലമുറയുണ്ടാകുന്നു. ആ തലമുറ ഇതേപോലെ തന്നെ ഒരു ജീവിത ചക്രത്തിലൂടെ അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ജീവിത ചക്രത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അവൻ ഓരോ പ്രവർത്തികളിൽ ഏർപ്പെടുന്നു. ബാല്യത്തിൽ പിന്നെ കളിച്ചും ചിരിച്ചും അങ്ങനായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ കൗമാരത്തിലും യൗവനത്തിലും നമ്മൾ ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. തങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി. ജീവിത ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീടോ ഭക്ഷണമോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ നേടുന്നതിന് വേണ്ടി അവൻ പല പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. പല പ്രവൃത്തികളിൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആകാം, അല്ലെങ്കിൽ ജോലിയാകാം. ബിസിനസ് എന്ന് പറയുന്നത് ചെറുകിട ബിസിനസ് മുതൽ വൻകിട കോടികൾ മുടക്കിയുള്ള ബിസിനസ് ആകാം. അതല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് കൂലിപ്പണി മുതൽ അങ്ങോട്ട് മേലോട്ട് IT മേഖല, ഹോസ്പിറ്റൽ മേഖലയിൽ, ബാങ്കിങ് മേഖലയിൽ, ടീച്ചേഴ്സ് മേഖലയിലൊക്കെ ജോലി ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നു. ഇതെന്ന് പറയും മനുഷ്യന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. മറ്റ് ജീവജാലങ്ങളെല്ലാം ഈ ജീവിതചക്രത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഈ വക ആവശ്യങ്ങളൊന്നും അവർക്കില്ല. അവർ ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അധ്വാനിക്കുന്നത്. പിന്നെ വംശം നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നു. അങ്ങനെ നമ്മുടെ മനുഷ്യൻ ഓരോരുത്തരും വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിധിയില്ലാത്തതാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പലതാണ്. വീട് വെക്കണം, പഠിപ്പിക്കണം, പഠിക്കണം, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കണം, ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കണം. അങ്ങനെ ഓരോ ആവശ്യങ്ങൾ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിധിയില്ലാത്തതാണ്. എന്നാൽ ഈ പരിധിയില്ലാത്ത ആവശ്യങ്ങൾ ഒരു വശത്ത് കിടക്കുമ്പോൾ മറുവശത്ത് പരിമിതമായ വരുമാനമാണ് നമുക്കുള്ളത്. പരിമിതമായ വരുമാനം എന്ന് പറഞ്ഞാൽ അത് നിശ്ചിത തുക മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അങ്ങനെ ഈ പരിമിതമായ ആവശ്യങ്ങൾ, പരിമിതമായ വരുമാനം കൊണ്ട് പരിധിയില്ലാത്ത ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വരുമാനം മുഴുവൻ ഈ പരിധിയില്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ സമ്പാദ്യം എന്ന് പറയുന്നത് ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു നിശ്ചിത തുക മസ്റ്റായിട്ട് മാറ്റിവെക്കുക. നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിതമായ ശതമാനം ഭാവിയിലേക്ക് വേണ്ടി സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത തുക മാറ്റിവെച്ചതിന് ശേഷം മറ്റാവശ്യങ്ങൾ നിർവഹിക്കുക. ഈ പരിമിതമായ വരുമാനം കൊണ്ട് ഞങ്ങൾ ആവശ്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പാദിക്കാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ള വരുമാനം കൊണ്ട് ഒരു നിശ്ചിത തുക മാറ്റിവെച്ചതിന് ശേഷം ഞങ്ങൾ മറ്റാവശ്യങ്ങൾ നിർവഹിക്കുക. ആ മാറ്റിവെച്ച തുക എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തെക്കുറിച്ചും. ആ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം അങ്ങനെ
അതിനെ ചെയ്യാൻ പേടിയുള്ളവർ, അതിൽ താല്പര്യമില്ലാത്തവർ ആണെങ്കിൽ മറ്റൊരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ബാങ്കിലും അതല്ല പോസ്റ്റ് ഓഫീസിലുമുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മാറ്റിവെച്ച തുക ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ നമ്മൾ തവണകളായി ഓരോ മാസം തവണകളായി നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത ആവശ്യങ്ങൾ എന്താണോ, ആ സാമ്പത്തികമായ ആവശ്യങ്ങൾ എന്താണോ അത് നമുക്ക് നിർവഹിക്കാനായിട്ട് കഴിയും. ആ മാറ്റിവെച്ച തുക നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്താണോ, നമ്മൾ ഒരു മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടിയാണെങ്കിൽ ആ നമ്മളെ കഴിവിനനുസരിച്ച് 500 1000 ഒക്കെ ആണെങ്കിൽ തവണകളായി ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് മുഖേന ബാങ്കുകളിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവി സുരക്ഷിതമായിട്ട് വെക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഈ പദ്ധതികൾ നമുക്ക് ഉപകാരപ്രദമാകുന്നു. അങ്ങനെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. ഈ പദ്ധതികൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റിനെ കുറിച്ച് മിക്ക ആൾക്ക് അറിഞ്ഞിരിക്കാം. എന്നാലും അറിവില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഈ പദ്ധതികൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിർവഹിക്കുക. അങ്ങനെ എല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു ജീവിതം ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.